ഹലോ, മൈ കിച്ചൺ ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്പല്ലി മുളക് കറിയാണ് കേട്ടോ. അപ്പോൾ ചെമ്പല്ലി മുളക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 6 പച്ചമുളക്, ഒരു 13 ചെറിയ ഉള്ളി, പിന്നെ ഒരു 6 മീഡിയം സൈസ് ചുവന്നുള്ളി, വലിയൊരു കഷ്ണം ഇഞ്ചി, അതൊന്ന് ചതച്ചെടുക്കുക. പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഞാനൊരു 6 മീഡിയം സൈസ് തക്കാളി ഒന്ന് എടുത്തിട്ടുണ്ട്. അത് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. നന്നായി അരച്ചെടുത്തിട്ടില്ല, ഒന്ന് കറക്കി എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊരു 1/2 ടീസ്പൂൺ ഉലുവയും ചെറിയ ജീരകം 1/4 ടീസ്പൂൺ കൂടി ഇട്ടിട്ട് അത് നന്നായി ഒന്ന് പൊട്ടി വന്ന ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ ഉള്ളിയും ഇഞ്ചിയൊക്കെ എടുത്തിട്ട് അത് നമ്മുടെ ചട്ടിയിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുകൂടെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ച തക്കാളിയും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പുളിയൊക്കെ ഓരോരുത്തരുടെ ആവശ്യം പോലെ പുളിയെടുക്കുക. പുളി അധികം വേണവർക്ക് നല്ല പുളിയെടുക്കുക, അല്ല കമ്മി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പുളിയൊക്കെ എടുക്കുക കേട്ടോ. നമ്മൾ പുളിവെള്ളം കൂടി എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി ഇത് പോരാ, അപ്പോൾ അതിന് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി അതിനകത്തേക്ക് ഒഴിക്കാം. പിന്നെ വേണ്ടത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പുകൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി തിളച്ച് ഏകദേശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ മീൻ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ചെമ്പല്ലി, അത് അതിനകത്തേക്ക് നല്ലതുപോലെ മുങ്ങുന്നത് വരെ അമർത്തി കൊടുക്കുക കേട്ടോ. മീൻ മേലെ വെക്കാണ്ട് നല്ലതുപോലെ മുങ്ങി നിൽക്കുന്നത് പോലെ നമുക്ക് കറി അതിനകത്തേക്ക് ഇട്ടിട്ട് കറക്റ്റായിട്ടൊന്ന് ചെയ്യാം. ഇനി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ, നമ്മുടെ മീൻ വേകുന്നത് വരെ ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ സ്റ്റൗ ഓഫ് ചെയ്താലും അതിൻ്റെ ചൂട് കൊണ്ടൊന്ന് തിളച്ചിട്ടിരിക്കും. അപ്പോൾ അതാണ് കാണുന്നത് കേട്ടോ. അപ്പം മീനൊക്കെ നന്നായി വന്നിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കറിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കപ്പൻ്റെ കൂടെ ആയാലും ശരി, അപ്പം, ചോറ്, ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുളക് കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ കമൻറ്റ്, ലൈക്ക് ഇതുകൂടെ തരാൻ മറക്കല്ല കേട്ടോ.